ഇന്ത്യയിലെ പ്രധാന ഫോസിൽ ദേശീയോദ്യാനങ്ങളാണ് മണ്ഡല മധ്യപ്രദേശ്, ശിവാലിക് ഫോസിൽ പാർക്ക്, സകേതി ഹിമാചൽ പ്രദേശ്. ഫോറസ്റ്റ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. അപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. വനവും ജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ദൗത്യവുമായി 2007 രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. വനമഹോത്സവത്തിന്റെ പിതാവ് KM മുൻഷിയാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണയാണ്. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം വരുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ ആണ്. ജമ്മു കാശ്മീരിലാണ് ഇതുള്ളത്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. അടുത്തത് വരുന്നത് ഇന്ത്യയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുമാണ്. ആദ്യം വരുന്നത് മൗലിംഗ് അരുണാചൽ പ്രദേശിലാണ്. അപ്പം മൗലിംഗ് വരുന്നത് അരുണാചൽ പ്രദേശിലാണ്. കാസിരംഗ വരുന്നത് അസാമിലാണ്. മനാസ് വരുന്നത് അസാമിലാണ്. വാൽമീകി വരുന്നത് ബീഹാറിലാണ്. ഇന്ദ്രാവതി വരുന്നത് ഛത്തീസ്ഗഡാണ്. ഗിർ വരുന്നത് ഗുജറാത്താണ്. വേൽവാദർ വരുന്നത് ഗുജറാത്താണ്. അപ്പോൾ വാൽമീകി ബീഹാർ, ഇന്ദ്രാവതി ഛത്തീസ്ഗഡ്, ഗിർ വരുന്നത് ഗുജറാത്താണ്. വേൽവാദർ വരുന്നത് ഗുജറാത്തിലാണ്. മറൈൻ വരുന്നത് ഗുജറാത്തിലാണ്. ഗ്രേറ്റ് ഹിമാലയൻ വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ദച്ചിങ്കം വരുന്നത് ജമ്മു കാശ്മീരിലാണ്. ബന്ദിപ്പൂർ വരുന്നത് കർണാടകയാണ്. ബണേർഘാട്ട വരുന്നത് കർണാടകയാണ്. സഞ്ജയ് ഗാന്ധി വരുന്നത് മഹാരാഷ്ട്രയാണ്. ഇന്ദിരാഗാന്ധി വരുന്നത് തമിഴ്നാടാണ്. ബ്ലൂ മൗണ്ട് വരുന്നത് മിസോറാമിലാണ്. സരിസ്കോ വരുന്നത് രാജസ്ഥാനിലാണ്. ദുധ വരുന്നത് ഉത്തർപ്രദേശാണ്. ഗംഗോത്രി വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവി വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. കൻഹ വരുന്നത് മധ്യപ്രദേശിലാണ്. ഹസാരിബാദ് വരുന്നത് ജാർഖണ്ഡിലാണ്. പലമാവു വരുന്നത് ജാർഖണ്ഡിലാണ്. കുദ്രേമുഖ് വരുന്നത് കർണാടകയിലാണ്. ഓരോ സ്റ്റേറ്റിലും വരുന്നത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് ആൻസർ ചെയ്യുന്ന തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്തത് വരുന്നത് മുഖ്യ പക്ഷി സങ്കേതങ്ങളാണ്. മേലേപ്പാട് വരുന്നത് ആന്ധ്രാപ്രദേശാണ്. സലീമലി വരുന്നത് ഗോവയാണ്. സുൽത്താൻപൂർ വരുന്നത് ഹരിയാനയാണ്. രംഗനാതിട്ട വരുന്നത് കർണാടകയാണ്. രംഗനാതിട്ട വരുന്നത് കർണാടകയാണ്. ഖാന വരുന്നത് രാജസ്ഥാനാണ്. വേടൻതങ്ങൾ വരുന്നത് തമിഴ്നാടാണ്. ഇനി വരുന്നത് പ്രധാന ബയോസ്ഫിയർ റിസർവുകളാണ്. ആദ്യം വരുന്നത് നീലഗിരി, തമിഴ്നാട്, കേരളം, കർണാടക. അഗസ്ത്യമല, കേരളം, തമിഴ്നാട്. ഗ്യാൻ ഭാരതി വരുന്നത് ഗുജറാത്തിലാണ്. റാൻ ഓഫ് കച്ചിലാണ് ഗ്യാൻ ഭാരതി. അടുത്തത് വരുന്നത് നന്ദാദേവി വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. സുന്ദരവനം വരുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഗൾഫ് ഓഫ് മാന്നാർ വരുന്നത് തമിഴ്നാട്ടിലാണ്. പച്ച് മാർഹി വരുന്നത് മധ്യപ്രദേശാണ്. നോക്ക് റോക്ക് വരുന്നത് മേഘാലയാണ്. സിംലിപാൽ വരുന്നത് ഒഡീഷയിലാണ്. ദിഹാങ് ദബാങ് വരുന്നത് അരുണാചൽ പ്രദേശിലാണ്. അജനാർ അമർകാണ്ട് വരുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡിലാണ്. മനാസ് വരുന്നത് അസാമിലാണ്. കാഞ്ചൻജംഗ വരുന്നത് സിക്കിമിലാണ്. ഗ്രേറ്റ് നിക്കോബാർ വരുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്.
ദിബ്രു സൈക്കോവ വരുന്നത് അസാമിലാണ്. ശീത മരുഭൂമി വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അടുത്തത് പന്ന വരുന്നത് മധ്യപ്രദേശിലാണ്. യുനെസ്കോയുടെ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളാണ്. അപ്പോൾ ആദ്യം വരുന്നത് നീലഗിരിയാണ്. ഇത് 2000-ലാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി മാറുന്നത്. അപ്പോൾ ഇത് വരുന്നത് തമിഴ്നാട്, കേരളമാണ്. നീലഗിരി 2000-ലാണ് യുനെസ്കോയുടെ ലിസ്റ്റിൽ വരുന്നത്. അടുത്തത് ഗൾഫ് ഓഫ് മാന്നാറാണ് 2001. അടുത്തത് സുന്ദർബൻ ആണ്. പശ്ചിമ ബംഗാളിലുള്ള സുന്ദർബന് 2001 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് വരുന്നത് നന്ദാദേവിയാണ്. നോക്രോക്ക് വരുന്നുണ്ട്, പച്മാർഹി വരുന്നുണ്ട്, സിംലിപാൽ വരുന്നുണ്ട്, അജ്നാക്മർ വരുന്നുണ്ട്, ഗ്രേറ്റ് നിക്കോബാർ വരുന്നുണ്ട്, അഗസ്ത്യമല 2016 കേരള തമിഴ്നാട്ടിലുള്ള അഗസ്ത്യമല യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളാണ് കാസിരംഗ ആസാം, മനാസ് ആസാം, നന്ദാദേവി ഉത്തർപ്രദേശ്, വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡ്, കിയോലാദിയോ രാജസ്ഥാൻ, സുന്ദർബൻ പശ്ചിമ ബംഗാൾ, ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ്. ഇനി വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫാക്റ്റുകളാണ്. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ 1. പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയിൽ ആദ്യമായി ആരംഭിച്ച ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ്. രാജ്യത്തെ കടുവകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിലവിൽ വന്നത് 2006 സെപ്റ്റംബർ 4-നാണ്. ദേശീയ കടുവ സംരക്ഷണ സമിതി 2006 സെപ്റ്റംബർ 4-നാണ് നിലവിൽ വരുന്നത്. ഈ ദേശീയ കടുവ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയായിരിക്കും. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ പക്നാമാർക്ക്. ഏറ്റവും വലിയ ടൈഗർ റിസർവാണ് നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശ്. ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് വരുന്നത് ബോർ മഹാരാഷ്ട്രയാണ്. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് എലിഫന്റ് 1992. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം 1992 ഫെബ്രുവരിയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയുള്ള ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 30 ആണ്. അടുത്തത് വരുന്നത് പ്രമുഖ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. കാസിരംഗ ആസാം, മനാസ് ആസാം, നംദാഫ അരുണാചൽ പ്രദേശ്, പാക്കുയി അരുണാചൽ പ്രദേശ്, നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശ്, വാൽമീകി ബീഹാർ, ഇന്ദ്രാവതി ഛത്തീസ്ഗഡ്, ബന്ദിപ്പൂർ കർണാടക, പെരിയാർ കേരളം, പറമ്പിക്കുളം കേരളം. കൻഹ മധ്യപ്രദേശ്, പെഞ്ച് മധ്യപ്രദേശ്, മെൽഘട്ട് മഹാരാഷ്ട്ര, തഡോബ മധ്യപ്രദേശ്, കൻഹ മധ്യപ്രദേശ്, പെഞ്ച് മധ്യപ്രദേശ്, മെൽഘട്ട് മഹാരാഷ്ട്ര, തഡോബ മഹാരാഷ്ട്ര. സിംലിപാൽ വരുന്നത് ഒറീസ, നന്ദൻകാനൻ വരുന്നത് ഒറീസ, രത്തംബോർ വരുന്നത് രാജസ്ഥാൻ, സരിസ്ക വരുന്നത് രാജസ്ഥാൻ, കോർബറ്റ് വരുന്നത് ഉത്തരാഞ്ചൽ, സുന്ദരവനം വരുന്നത് പശ്ചിമ ബംഗാൾ, ബുസ്ക വരുന്നത് പശ്ചിമ ബംഗാൾ.